പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 24-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞു. എത്ര അതിശയകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നടത്തിയത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൽ കർത്താവിൻ്റെ ആ വലിയ സംരക്ഷണം നമുക്കുള്ളത് കൊണ്ടല്ലേ നമ്മൾ ആരോഗ്യത്തോടെയും സൗഖ്യത്തോടെയും ഒക്കെ സൂക്ഷിക്കപ്പെടുന്നത്. ആ വലിയ കൃപകൾക്കായിട്ട് കർത്താവിൻ്റെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആമേൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഒന്ന് ഉണർത്തിയതിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാണ് ഞാൻ ഉണർന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാണ് ഞാൻ ഉണർന്നത്. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. താങ്ക് യു ലോർഡ്. ഓ ലോർഡ്, വി വർഷിപ്പ് യു. അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഓ അങ്ങയുടെ അത്ഭുത കരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്തു, അങ്ങയുടെ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്തു. താങ്ക് യു ഫാദർ. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ദയ വലുതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, സങ്കീർത്തനം 9 ആരംഭവാക്യങ്ങൾ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കണം. ഈ ഒരാണ്ട് അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തി. ഓരോ ദിവസവും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ അനുഭവിച്ചു. അവൻ ഈ 24-ാം തീയതി ആയപ്പോൾ അവൻ അനേകരോട് പറയണം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നമ്മൾ എന്ത് ചെയ്യണം? ഘോഷിക്കുന്നവരായിരിക്കണം, കീർത്തിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ നന്മകളെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നവരായിരിക്കണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രത്യേക സീസണിൽ കർത്താവിൻ്റെ പ്രത്യേക കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. ലോകവ്യാപകമായി ഒരു സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ, എല്ലാ അലർജികളും, മുഖത്തുണ്ടായിരിക്കുന്ന അലർജികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം മുഖത്തുണ്ടായിരിക്കുന്ന അലർജികൾ പരിപൂർണമായി സൗഖ്യമാകട്ടെ. തലയുടെ സ്കിന്നിൽ തലയോട്ടിയിലുണ്ടായിരിക്കുന്ന അലർജികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ഇൻഫെക്ഷനുകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. നഖത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ, അതിന് നന്ദി പറയുന്നു. അപ്പോൾ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അതുപോലെ ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു, വഴി തുറക്കുന്ന കർത്താവിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു, അവർക്ക് കൊടുക്കുന്ന വിടുതലുകൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷിക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പ്രത്യേക പ്രൊട്ടക്ഷനും കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, ആമേൻ. അങ്ങയുടെ വലിയ വരവിന് വേണ്ടി ഈ ജനത്തെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് വേഗത്തിൽ വരുന്നല്ലോ, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആ വരവിന് വേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും ഒരുക്കപ്പെടട്ടെ. ഒരാൾ പോലും കൈവിടപ്പെട്ടു പോകൽ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒറ്റ ഒരാൾ പോലും കർത്താവിൻ്റെ വരവിങ്കൽ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും എടുക്കപ്പെടുവാൻ ഇടവരട്ടെ. വലിയ ഉണർവുണ്ടാകട്ടെ, വലിയ ഉണർവുണ്ടാകട്ടെ, വലിയ ഉണർവുണ്ടാകട്ടെ. ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഇതുവരെയും പരാജയപ്പെട്ടെങ്കിലും ഇന്നൊരു അത്ഭുതം നടക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ യാത്രാരേഖകളുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കർത്താവ് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കി തീർത്തു. ഇന്ന് നമുക്ക് മീറ്റിങ്ങിൽ നാളെ വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച സഭായോഗം, പിന്നെ ശനി ഞായർ തിങ്കൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ആമേൻ. ചൊവ്വാഴ്ച 31-ാം തീയതി നമുക്ക് നമ്മുടെ പുതുവർഷ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ സീസൺ എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവപ്രവൃത്തിയുടെ സീസൺ, സർപ്രൈസ് സീസണുകളാണ്. പറഞ്ഞാട്ടെ ആമേൻ. പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കാത്ത ദൈവിക ഇടപെടലുകളും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സീസണാണ് ഈ സീസൺ. അതുകൊണ്ട് ഈ സീസണിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും അത് പ്രതീക്ഷിക്കണം. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമുക്കറിയാം സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ചരിത്രം. അതിൻ്റെ 6-ാമത്തെ 7-ാമത്തെ വാക്യം നമുക്കിങ്ങനെ അറിയാം. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഒരു ദൈവിക ഇടപെടലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരുടെ ജീവിത ചരിത്രം പറയുന്നത്. അതായത് ഇവർ ദൈവസന്നിധിയിൽ നീതിയോടെ നടന്നവരാണ്. കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം. കർത്താവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. കർത്താവിൻ്റെ ആ വചനങ്ങളെ പ്രമാണിച്ച് ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. കാരണം ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടവരരുത്. പാപത്തെ വെറുക്കുന്നവരായിരിക്കണം. വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം. അടുത്ത വാക്യം പറയുക, എലിശബത്തും മച്ചിയാകെ കൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. അവൻ മച്ചി എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലാതെ എഴുതി തള്ളുമ്പോഴാണ് മച്ചി എന്നെല്ലാവരും പറയുന്നത്. അപ്പോൾ അത് അടുത്ത് പറയുന്നത്, ഇരുവരും ആരായിരുന്നു? വയസ്സ് ചെന്നവരും ആയിരുന്നു. അവരുടെ സർക്കംസ്റ്റാൻസസ്, അവരുടെ സാഹചര്യം വളരെ പ്രതികൂലമാണ്. കാരണം മെഡിക്കൽ റിപ്പോർട്ട് അവർക്ക് പ്രതികൂലം. എല്ലാ രീതിയിലും അവർക്കറിയാം ഈ കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല, മച്ചിയാണ്. ഇനി അടുത്തത് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പ്രായമുള്ളവരായിരുന്നു. കാരണം സാധ്യതയില്ലെന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ 8-ാമത്തെ വാക്യം പറയുന്നു, കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യം പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ, അതായത് ഇതുവരെയും കാണാത്ത ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ ദൂതൻ എന്ത് ചെയ്യുന്നു? ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, സക്രിയാവ് കാണാത്ത ഒരു കാഴ്ച കാണുക. ഇന്ന് നിങ്ങൾ ഈ മോർണിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. വിശ്വസിക്കണം. സക്രിയാവിന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പൗലോസിനും പത്രോസിനും അല്ലെങ്കിൽ കൊർന്നല്യോസിനും മാത്രമല്ല ദൂതൻ പ്രത്യക്ഷനാകുന്നത്. ഇന്ന് വിശ്വസിക്കുന്ന നമുക്കും സ്വർഗീയ ദൂതുകളുമായി ദൂതന്മാർ ഇറങ്ങി വരും. നിങ്ങളിത് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്ക്. നിങ്ങളുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും. നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാഞ്ചയും നമ്മുടെ വിശ്വാസവുമാണ് ഇതിന് വളരെ പ്രധാനപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, സക്രിയാവിനെ കണ്ട് എന്ത് ചെയ്തു? ഭയപരവശനായിപ്പോയി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ. അപ്പോൾ ഇവിടെ കണ്ടോ, ദൂതൻ സക്രിയാവിൻ്റെ പേര് വിളിക്കുക. അർത്ഥം സ്വർഗത്തിൽ നമ്മുടെ പേര് സുപരിചിതമാണ്. അതുകൊണ്ടല്ലേ സക്രിയാവേ എന്നുള്ള പേര് വിളിച്ചത്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പേരും വിളിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ പേര് വിളിച്ച് സ്വർഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, അരുളപ്പാടുകൾ അറിയിക്കുന്ന സീസണായി ഇത് മാറട്ടെ. സർപ്രൈസ് സീസണുകളാണ്. വിശ്വസിക്കണം. ദൈവിക ഇടപെടലുകളിൽ വിശ്വസിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇന്ന് നീ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് നമ്മളോടും പറയുവാനുള്ള ദൂത് ഇതാണ്. ഒന്നും കണ്ടും കേട്ടും അറിഞ്ഞും ഭയപ്പെടേണ്ട. മെഡിക്കൽ റിപ്പോർട്ട് ആയിക്കോട്ടെ, ബാങ്കിൽ നിന്ന് വന്ന പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്ന എന്തു തന്നെ ആയിക്കോട്ടെ, ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അടുത്ത വാക്യം എന്നാ പറയുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സർപ്രൈസ്. ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുക. പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ശരിക്കും എന്തിനാ സക്രിയാവ് ധൂപം കാട്ടിയിട്ട് ഇറങ്ങി പോരാനായിട്ട് കയറുക? പക്ഷേ കയറിയത് പോലല്ല സക്രിയാവ് ഇറങ്ങാൻ പോകുന്നത്. സക്രിയാവ്
ഇതുവരെ കേൾക്കാത്തതും ഇതുവരെ കാണാത്തതുമായ ചിലത് കേൾക്കുകയും കാണുകയും ചെയ്ത് അവൻ ഇറങ്ങി വരിക. ഇതുപോലെ ആയിരിക്കണം ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാപ്പായിൽ ഇരിക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്തത് കേൾക്കാൻ, ഇതുവരെ കാണാത്തത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. വലിയ കാര്യങ്ങൾ ഈ സീസണിൽ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. നിന്റെ ഭാര്യ എലിശബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു സർപ്രൈസ് സീസണാണ്. നിങ്ങളും വിശ്വസിക്കണം, ഇതുപോലുള്ള ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ടാകും, സ്വർഗീയ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മോർണിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം ഇവർ കേൾക്കട്ടെ. കർത്താവേ, ഈ പ്രത്യേക സീസണിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ലൈഫിലും ചില സർപ്രൈസ് ഹെവൻലി വിസിറ്റേഷൻസ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.